എന്നിട്ട് അമ്മയ്ക്ക് ചിരി. ഞാനാകെ വല്ലാണ്ടായി പോയിന്ന്. എന്ത് പറയണം എന്നറിയാൻ പാടില്ലാതെ ഞാനാകെ കുഴഞ്ഞു പോയിന്ന്. എടാ മണ്ട, ഇതാ പറഞ്ഞത് നിനക്ക് ബോധമില്ലാന്ന്. പെൺകുട്ടികൾ ഒരിക്കലും ആൺകുട്ടികളെ പെട്ടെന്ന് അംഗീകരിച്ചെന്ന് വരില്ല. അതിന് അവർക്ക് എങ്ങനെയുള്ള സംസാരമാണ് ഇഷ്ടം, ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ അറിയണം. പെൺകുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അമ്മ അത് മാത്രം പറയരുത്. ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായില്ലെന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളുടെ സൈക്കോളജിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. പിന്നെ നിനക്ക് കുമ്പളങ്ങി അറിയാം. എനിക്കറിയാമേ. അതൊക്കെ നിന്റെ അപ്പച്ചൻ എന്തായിരുന്നു പ്രപ്പോസൽ, അതാടാ ആണ്. അതിനൊക്കെ ധൈര്യം വേണം. പത്മ ചേച്ചിയെ ടെൽ മീ, യുവതലമുറ അതൊന്നും അറിയട്ടെ. ഒരുപാട് തവണ കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ രസമാണ്. പ്ലീസ് അമ്മ ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാമ, ഒന്ന് പറയടി ചക്കരേ. പാലക്കാട് ഡാൻസ് സ്കൂളിന്റെ ഒരു പ്രോഗ്രാമിന് കൊച്ചിയിൽ വന്നതായിരുന്നു ഞങ്ങള്. പരിചയത്തിൽ ഒരാൾ മറൈൻ എഞ്ചിനീയർ ആയതുകൊണ്ട് കപ്പല് കാണാൻ പോയി. അവിടെ വെച്ചാണ് ആദ്യമായി നിന്റെ അപ്പച്ചനെ കാണുന്നത്. ആളൊരിത്തിരി പഞ്ചാരയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എന്തായിരുന്നു പെർഫോമൻസ്? മെയ് വഴക്കം എന്ന് പറഞ്ഞാ ഇതാ മെയ് വഴക്കം. ഡോൾഫിന്റെ പോലായിരുന്നില്ല ടീച്ചറുടെ പൊളപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ പോകാണ്. ഡ്രസ് ഉണക്കി ഞാൻ നോക്കൂല. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ ക്ഷണിക്കുമ്പോ ഈ അവസ്ഥയിൽ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, കള്ളും കുടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു നോട്ടം വെച്ചു കൊടുത്തു. ഈ നോട്ടമല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പാലക്കാട് ഡാൻസ് സ്കൂളിൽ വന്ന് ഇറങ്ങിയപ്പോ മാഡം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വണ്ടിയുടെ പുറകെ അവിടെ നിന്ന് പിടിപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ ചൂടാവല്ലേ ഭവതി. എനിക്ക് ഭവതി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഞായറാഴ്ച ഉച്ചക്ക് പാലക്കാട് ഇന്ത്യൻ ഓഫീസ് വരണം. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരും. ഞങ്ങൾക്കിനി വേറൊന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങൾക്ക് പോവാം. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് തറപ്പിച്ചൊരു മറുപടി പറയല്ലേ? പിന്നെ 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 പിന്നെന്താ പറയാ, ഒരു ക്രിസ്ത്യാനിക്ക് ഞങ്ങളെ പെങ്ങളെ കൊടുക്കാൻ മാത്രം ഞങ്ങളത്ര ക്ഷയിച്ചിട്ടില്ല. ഇതിലിപ്പോ അങ്ങനെ ജാതി മതമൊക്കെ നോക്കാനുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളോട് ചോദിച്ചു. സമ്മതിച്ചാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടാം, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം കൂടും. കടക്കടവർത്ത് ഈ വീട്ടിൽ നീ കയറിയാന് ഞങ്ങൾക്ക് ഇവിടെ ശുദ്ധീകരണം നടത്തണം. പത്മേ, ഇവിടെ ചാണം തളിച്ചടിച്ച് മെഴുക്ക്. കാർമേഘം കഴിഞ്ഞ മഴയാ, പെരുമഴ. കുത്തൊഴുകുന്ന മഴവെള്ളം വന്ന് ചേരുന്നത് കടല. കടല് നമ്മുടെ മുറ്റത്താ, കൊച്ചിക്കാരന്റെ മുറ്റത്ത്. അതാണ് എന്റെ അപ്പൻ. എന്താ ഡയലോഗ്? എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താ? നീ ഇപ്പൊ അങ്ങനെ കഥ കേട്ട് സുഖിക്കണ്ട. വേണ്ട, ബാക്കി കഥ ഞാൻ പറയാം. 2 വർഷത്തെ നീണ്ട പ്രണയം. ഇന്ത്യൻ പോസ്റ്റ് സർവീസിൽ സ്റ്റാമ്പനത്തിൽ കുറെ കാശ് കൊടുത്തു. അങ്ങനെ ഒരു മഴയുള്ള രാത്രിയിൽ എന്റെ അപ്പച്ചൻ അമ്മയെ അടിച്ചോണ്ട് പോന്നു. നാളെ ഫോൺ ബില്ല് അടയ്ക്കണം. നല്ലൊരു കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഒരു ഫോൺ ബില്ല്. അമ്മ, ഈ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അമ്മ കുറേയും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ? പിന്നെ ഫോൺ ബില്ല് അതാ മണ്ണടച്ചാൽ മതിട്ടാ. അമ്മ ഈ ക്യൂവിൽ നിൽക്കുക, ബസ്സിൽ പോവുക, പച്ചക്കറി മേടിക്കുക. ഞങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സിനോട് നിങ്ങൾ ഓൾറെഡി അങ്ങനെ പറയാൻ പാടില്ല. ആൻഡ് ഞങ്ങൾ പ്രായം കണക്കിലെടുക്കണ്ടേ. ആൻഡ് വൺ മോർ തിങ് ഈസ് ഐ ആം നോട്ട് എ ജോബ്ലെസ് പേഴ്സൺ. ഐ ഹാവ് വൺ ജോബ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഡാർലിംഗ്. യോ മാൻ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പറയൂ ലേഖ. പ്രണയത്തില് നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ് ആദ്യ ചുംബനം, അല്ലേ രാജേഷ്? അതെ ലേഖ. 1000 താമരപ്പൂവുകൾ മഞ്ഞത്തുള്ളികൾ വീഴുന്ന പോലെ. അതെ, അതൊരു മാസ്മരികതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. രുചിച്ചറിയാൻ ഇതാ നിങ്ങൾക്കായൊരു ഗാനം. കുയിലിന്റെ ശബ്ദവും കുരങ്ങന്റെ മോന്തയും. ജോസി, what is the time now? അത് വാച്ച് എടുത്തില്ല സാർ. താൻ ലേറ്റ് ആയ കാരണം എനിക്ക് വേറൊരു ആർജെ ഉള്ളിൽ കയറ്റേണ്ടി വന്നു. അതായിരുന്നു അത്.
Don't you think punctuality is the most important in a radio station? ഐ നോ സർ ബട്ട് എന്റെ പെങ്ങളെ ഒരാൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പെങ്ങളെ പെണ്ണ് കാണാൻ ടയർ പങ്ക്ചറായി ട്രാഫിക്കിൽ പെട്ടു. വേറെന്താ തനിക്ക് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഇനി ആവർത്തിക്കില്ല സർ. ആവർത്തിക്കില്ല പോലും. I don't think it's responsible. ഇയാള് കറക്റ്റ് ടൈമിന് വന്നാലും ഞാൻ എന്ത് ചെയ്യാനാ? എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട, എനിക്ക് കാണണ്ട. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവാ. ഹലോ, ആരോടത്ര ചൂടായിട്ടൊക്കെ? ജോസി ഇറങ്ങുവാണോ? നേരത്തെ വന്നോണ്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊരു ലിഫ്റ്റ് വരുമോ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അതല്ലേ ബുദ്ധിമുട്ട്. വാ വാ. നിർത്ത്. അങ്ങനെ പോയാലെങ്ങനെ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഹലോ, തന്നോടല്ലേ കുട്ടി കാണണ്ടെന്ന് പറഞ്ഞത്? തനിക്ക് എന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? സുന്ദരികളായ പെൺകുട്ടികളെ വായി നോക്കി നടക്കുന്ന പാട് വൃദ്ധൻ. സീമ, എന്നെ മുറുക്ക പിടിച്ചിരുന്നോളൂ. എനിക്കല്പം സാഹസികത കൂടുതലാണ്. ഹൈ സ്പീഡിലായിരിക്കും. പിടിച്ചോ. അവിടെ പിടിക്കില്ല, എനിക്ക് കിളിയാവും. ഇത് ഇവിടെ ബ്ലഡി ഫൂൾ. ആരായാള്? സീമൻ എപ്പോഴും ശല്യം ചെയ്യാറുണ്ടോ? വലിയ ശല്യ. പുറകൊന്നും മാറില്ല. പൂവാലൻ. എന്താ നീ വിചാരിച്ചേ? ആരാണ് നിന്റെ വിചാരം? അഭ്യാസം കാണിക്കുന്നു. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. താൻ ആരാണ് തന്റെ വിചാരം? പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ല. ചവിട്ട് കൂടി തന്നാണ്ടല്ലോ. അവള് പറയട്ടെ ഞാൻ ആരാണെന്ന്. അവളാ ഒറ്റ കീറും. സീമ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക, എന്നിട്ട് വേണം എന്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ. ഇയാളെ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നേ. ഇങ്ങോട്ടല്ലേട്ടാ, അങ്ങോട്ട് ചൂണ്ട, ആള് തെറ്റിദ്ധരിക്കും. ഇയാളാ? അച്ഛാ, ഇയാളാ ഞാൻ പറഞ്ഞ ആള്, ജോസി ജോൺ. അച്ഛനാ? അതെ, എന്റെ സ്വന്തം അച്ഛനാ. മൈ ഡോട്ടർ. എങ്ങനെയുണ്ട് പണി? ഇയാളുടെ പേരെന്താ? സോറി, ജോസി ജോൺ. പേരൊക്കെ കൊള്ളാം. മര്യാദക്ക് നിന്നില്ലെങ്കിലേ ഫീസ് ഞാൻ ഊരും. കേവൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു തന്നെ കുറിച്ച്. കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിവേ, നൈസ് ടു മീറ്റ് യു. ആയിക്കോട്ടെ. ഇതൊക്കെ ജീവിതത്തിലെ രസമല്ലേടോ. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ അവളുടെ ഹോസ്റ്റലിൽ വരും ഒന്ന് കാണാൻ. വന്നില്ലെങ്കിലേ ഇവള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എന്നാ നമുക്ക് ഇനി ഒരിക്കൽ കാണാം. ഓക്കെ ഓക്കെ, ശരി. വാ കേറും മോളെ. ഈശ്വര, ഈ വാതിലൊക്കെ തുറന്നിട്ട് ഇവനിത് എവിടെ പോയി? ആരാ? എന്തു പറ്റി? ഇതെങ്ങനെ എടുത്തു നീ? ഇർക്കിലിയില് ഷർട്ടിട്ട പോലെ ഉണ്ടല്ലേ. ആചാന ബാഹു. ഞാനിന്ന് അപ്പച്ചന്റെ പെട്ടി തുറന്നു. എന്താടാ മോനെ, അപ്പച്ചനെ മിസ് ചെയ്തോ? ഇതിടുമ്പോ അപ്പച്ചൻ കൂടെയുള്ള പോലെ തോന്നുക. അയ്യേ അമ്മ, അയ്യ ഇതെന്തത് അമ്മ? ഞാനൊരു തമാശക്ക് എടുത്തിട്ടല്ലേ. അമ്മ പോയി ചായ ഉണ്ടാക്കി ചെല്ലേ.